നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അടിതെന്നി വീണ് പി.സി. ജോർജ്. ബി.ജെ.പിക്ക് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് പാർട്ടി പിളർത്തി ഉന്നത നേതാക്കളടക്കം CPM-ൽ ചേർന്നു. വലിയ പൊട്ടിത്തെറിയിലാണ് ഇപ്പോൾ ജനപക്ഷ പാർട്ടി. മാത്രമല്ല, മെത്രാന്മാരും വൈദികരും പി.സി. ജോർജിനെതിരായി. ജോർജ് ഇനി മത്സരിച്ചാൽ പോലും തോൽപ്പിക്കുമെന്ന അണിയറ സംസാരം സഭാവൃത്തങ്ങളിൽ പോലും നടക്കുന്നു. ബി.ജെ.പി ബാന്ധവത്തിൽ പി.സി. ജോർജിന്റെ പാർട്ടി കഷ്ണങ്ങളാക്കുമ്പോൾ അതിന്റെ നേട്ടം ഇടത് ക്യാമ്പിലേക്കാണ് പോയത്. പി.സി. ജോർജിന്റെ കൈകളിൽ നിന്നും പാർട്ടിയിലെ അണികൾ ഭൂരിഭാഗം വിട്ടുപോയതെന്നാണ് റിപ്പോർട്ടുകൾ. ജനപക്ഷ പാർട്ടി നേതാക്കൾ വീണ ജോർജിന്റെ ഒപ്പം പ്രവർത്തനം തുടങ്ങി. ഇത് കോൺഗ്രസിനും കനത്ത അടിയായി മാറി. പത്തനംതിട്ടയിൽ ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഇടത് മുന്നണിക്ക് അനുകൂലമാണ്. വീണ ജോർജിന്റെ ക്യാമ്പിലേക്ക് ജനപക്ഷ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും എത്തിയതോടെ വൻ ആവേശത്തിലാണ് ഇടത് ക്യാമ്പ്. മാത്രമല്ല, വീണ ജോർജ് പത്തനംതിട്ടയിൽ വിജയിക്കുമെന്ന രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രവചിച്ചിരുന്നു. വീണ ജോർജ് മിടുക്കും കരുത്തുമുള്ള ഒരു സ്ത്രീയാണെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു. മാത്രമല്ല, വീണ പത്തനംതിട്ടയിൽ ജയിച്ചു വരുമെന്നും അവർ കഴിവുള്ളതിനാലാണ് ആറന്മുള പോലുള്ള ഒരു സ്ഥലത്തു നിന്നും ജയിച്ച് നിയമസഭയിൽ എത്തിയതെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. ഇതിനിടെ വീണ ജോർജിനും കട്ട സപ്പോർട്ടുമായി കലാഭവൻ മണിയുടെ സഹോദരൻ രാമകൃഷ്ണനും രംഗത്ത് വന്നു. രാമകൃഷ്ണൻ സ്റ്റേജ് ഷോയും നടത്തുകയുണ്ടായി. പി.സി. ജോർജിനെ സഭയും മറ്റും കൈവിട്ടത് മുതലാക്കാൻ UDF-നും സാധിച്ചില്ല. കാരണം UDF സ്ഥാനാർത്ഥിക്ക് പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽ സപ്പോർട്ടും പിന്തുണയും ഉള്ളത് സംശയത്തോടെയാണ് മറ്റ് കത്തോലിക്ക സഭകൾ നോക്കിക്കാണുന്നത്. പെന്തക്കോസ്റ്റ് സഭയുടെ പരിപാടികളിൽ UDF സ്ഥാനാർത്ഥികളുടെ അടുത്ത ആളുകളുടെ സാന്നിധ്യം ഈയിടെ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു. ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്നതെന്നാണ് ജനപക്ഷ പാർട്ടിയിലെ പൊട്ടിത്തെറിയിലെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ കൂട്ടമായി രാജിവെച്ച് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയാണ്. 60 പേരാണ് കഴിഞ്ഞ ദിവസം ജനപക്ഷ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. ഈ പ്രവർത്തകർ CPM-ലേക്കാണ് ചേർന്നത്. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയോട് സഹകരിക്കാനുള്ള പി.സി. ജോർജിന്റെ തീരുമാനത്തിനെതിരെ തുടക്കം മുതൽക്ക് തന്നെ പാർട്ടിയിൽ എതിർപ്പുകൾ നിലനിന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഈ വിട്ടുപോക്ക് പാർട്ടിയുടെ തറക്കല്ലിളകുന്നതിന്റെ സൂചനയായാണ് കാണുന്നത്. ജനപക്ഷം പൂഞ്ഞാർ മണ്ഡലത്തിൽ പ്രസിഡന്റ് PD ജോണിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. മുണ്ടക്കയം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസിന്റെ നേതൃത്വത്തിൽ ജനപക്ഷം വിട്ടുവന്ന പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. എന്നാൽ സുരേന്ദ്രനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പി.സി. ജോർജിന്റെ പാർട്ടിയിൽ നിന്ന് ഇനിയും രാജി ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ജനപക്ഷം കോട്ടയം ജില്ലാ പ്രസിഡന്റായ ആന്റണി മാർട്ടിൻ അടക്കമുള്ളവർ CPM-മായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള നീക്കത്തിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. കൂട്ടിക്കലിൽ ബി.ജെ.പി പ്രവർത്തകർ കൂട്ടമായി രാജിവെച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്ന ദിവസം തന്നെ പത്തനംതിട്ടയിൽ ബി.ജെ.പി പ്രവർത്തകർ രാജിവെച്ച DYFI-യിലേക്ക് എത്തിയതായും അവർക്ക് സ്വീകരണം നൽകിയതായും വാർത്തയിൽ പറയുന്നു. പി.സി. ജോർജിന്റെ പിന്തുണ പത്തനംതിട്ടയിൽ നേട്ടമാകുമെന്ന കണക്ക് കൂട്ടുന്ന ബി.ജെ.പിയെയും K സുരേന്ദ്രനെയും അങ്കലാപ്പിലാക്കുന്നതാണ് പാർട്ടിയിലെ ഈ കൂട്ടരാജി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.